നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. റഷ്യൻ എംബസിക്ക് നേരെയുണ്ടായ, അതായത് ഇറാനിലെ റഷ്യൻ എംബസിക്ക് നേരെയുണ്ടായ ആക്രമണം, അത് റഷ്യയെ വലിയ രീതിയിൽ ഇറാന് പരിപൂർണമായ സംരക്ഷണവും പിന്തുണയും കൊടുത്ത് യുദ്ധത്തിൽ ആയുധങ്ങൾ സപ്ലൈ ചെയ്യാൻ വേണ്ടി ആയുധങ്ങൾ ഓരോന്നായി നൽകുന്നതിനോടൊപ്പം തന്നെ ഇറാൻ്റെ കൂടെ നിന്ന് തോളോട് തോൾ ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യുന്ന സ്ഥിതിഗതിയിലേക്ക് വരെ റഷ്യയെ പ്രേരിപ്പിച്ച ഘടകം അതുതന്നെയായിരുന്നു. ഇപ്പോൾ റഷ്യ എടുത്തിരിക്കുന്ന നിലപാട് വളരെ കടുത്ത നിലപാടാണ്. യുദ്ധത്തിൽ ഒരു കോംപ്രമൈസിൻ്റെ ആവശ്യമേ ഇല്ല. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഉടമ്പടി അംഗീകരിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ. അതായത് സമ്പുഷ്ടീകരണ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് തന്നെ പോകും. അതിനകത്ത് ആരും തടയാൻ കഴിയില്ല. നിയമം മാറ്റി എഴുതേണ്ടി വരും. ആണവ വികസന പദ്ധതികൾ, ആണവായുധ പ്രയോഗം, ആണവ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇറാൻ ഒരു മെല്ലെപ്പോക്ക് നടത്തിയിരുന്നു ഈ അടുത്ത കാലങ്ങളിൽ. എന്നാൽ അത് അങ്ങേയറ്റം ഊർജ്ജസ്വലമാക്കി ഒരു രീതിയിലും ഒരു രാജ്യവും ഇടപെടാത്ത രീതിയിൽ കൃത്യമായി പരമാധികാരം തങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യത്തോടെ ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള കൃത്യമായിട്ടുള്ള ഉറപ്പ്, അത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു എതിർപ്പും ഉണ്ടാകരുത് എന്ന രീതിയിലാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്ത് രീതിയിലുള്ള ചർച്ചയ്ക്കും ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അപൂർവ സാഹചര്യത്തിലാണ്. കാരണം ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും അധികാരത്തിൽ പിടിച്ചിരിക്കണം. താൽക്കാലികമായി എങ്കിലും താൻ നേരിടേണ്ടി വരുന്ന പ്രക്ഷോഭത്തിൻ്റെ ആഘാതം എത്രത്തോളം അത് സ്വന്തം കസേര ഇളകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡൊണാൾഡ് ട്രംപും കാര്യങ്ങൾ വളരെ വ്യക്തമായി അപഗ്രഥിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡൊണാൾഡ് ട്രംപ് എന്ന ബുദ്ധിരാക്ഷസനായ വ്യക്തി, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും ബോധ്യവും ഒന്നും ചില സമയത്ത് വർക്കൗട്ട് ആകില്ല എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള പ്ലാനുകൾ നടത്തി പലരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന, ചില രാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട്, നമുക്കറിയാം നിക്കോളാസ് മഡൂറോയെ ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോയി സത്യത്തിൽ അമേരിക്കയുടെ ഈ ഏകഛത്രാധിപത്യ നിലപാടുകളെ ലോകരാജ്യങ്ങളിൽ പലരും ചോദ്യം ചെയ്യാതെ അതിനെ പ്രകീർത്തിക്കുകയോ അല്ലെങ്കിൽ അതിനെ നിശബ്ദമായി കണ്ണടച്ച് അംഗീകരിക്കുകയോ ചെയ്യുന്നതിനെതിരെ വരെ ഇറാൻ വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. നിങ്ങളെ എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുക? നിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് നിങ്ങൾ കാലാകാലങ്ങളായി, നൂറ്റാണ്ടുകളായി തെളിയിച്ചു കൊണ്ടിരിക്കുകയല്ലേ എന്ന് അമേരിക്കൻ പ്രസിഡന്റിനോട് വ്യക്തമായി തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഫോഴ്സ് അറിയിച്ചിരിക്കുന്നു. പെന്റഗൺ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെയാണ് രഹസ്യാക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരിക്കുന്നത്, എവിടെയൊക്കെയാണ് ഷെല്ലാക്രമണവും അതുപോലെ തന്നെ അതീവ രഹസ്യമായിട്ടുള്ള അറ്റാക്കിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഞങ്ങൾ യുദ്ധമുഖത്ത് നിന്നും പിന്മാറാനുള്ള ഒരു സാഹചര്യവും അണിയറയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല എന്ന് ഇറാൻ്റെ പ്രതിരോധ മന്ത്രിയും ഇറാൻ്റെ പ്രസിഡന്റായ മസൂദ് പെസക്സിയാനും വളരെ വ്യക്തമായി പറയുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും?